നമ്മുടെ സംസ്ഥാന പോലീസിന്റെ മുഖം മനുഷ്യോന്മുഖമായി വലിയ തോതിൽ മാറിക്കഴിഞ്ഞ കാലമാണ്. ഈ കാലയളവിൽ ഒരുപാട് ദുരന്തങ്ങൾ ഏറ്റുവാങ്ങേണ്ടി വന്ന ഒരു സമൂഹമാണ് കേരളീയ സമൂഹം. പക്ഷെ ആ ദുരന്തകാലത്തൊക്കെ വിഷമതി അനുഭവിക്കുന്ന ജനങ്ങളോടൊപ്പം സ്തുത്യർഹമായ രീതിയിലാണ് പോലീസ് നിലകൊണ്ടത്. നമ്മുടെ രക്ഷാപ്രവർത്തന ഘട്ടങ്ങളിലൊക്കെ അതിൻ്റെ മുൻപന്തിയിൽ തന്നെ പോലീസ് സേനയുണ്ടായിരുന്നു. വലിയ ദുരന്തങ്ങളാകുമ്പോൾ അതിൻ്റെ ഭാഗമായി രക്ഷാപ്രവർത്തനത്തിന് വരുന്ന മറ്റ് പ്രധാന ഏജൻസികളുണ്ട്. പക്ഷെ അവരെല്ലാം എത്തിച്ചേരുന്നതിന് കുറെ കൂടി താമസം വരും. പെട്ടെന്ന് തന്നെ രംഗത്തെത്തുന്നത് പോലീസും ഫയർഫോഴ്സും ഒക്കെയാണ്. അതിൽ സ്തുത്യർഹമായ നിലപാടാണ് പോലീസ് സ്വീകരിച്ചിട്ടുള്ളത്. പ്രളയകാലത്ത് മാതൃകാപരമായ ഇടപെടലുകൾ നടത്തിയ ഒട്ടേറെ പോലീസുകാരെ കാണാൻ നമുക്ക് കഴിഞ്ഞിട്ടുണ്ട്. രക്ഷാപ്രവർത്തനത്തിൽ മുഴുകിയ ഒരു പോലീസുകാരൻ ആ രക്ഷാപ്രവർത്തനം നടത്തിക്കൊണ്ടിരിക്കുമ്പോൾ അദ്ദേഹത്തിന് ഫോൺ സന്ദേശം വരികയാണ്, അദ്ദേഹത്തിൻ്റെ വീട് അപകടത്തിൽപ്പെട്ടിരിക്കുന്നു. അപ്പോഴും തൻ്റെ ദൗത്യം, ആ രക്ഷാപ്രവർത്തനം മുടങ്ങാതെ പൂർത്തീകരിക്കുന്നതിനാണ് അദ്ദേഹം ശ്രദ്ധിച്ചത്. അങ്ങനെയുള്ള ഒരുപാട് അനുഭവങ്ങൾ പോലീസിന്റെ ഭാഗത്തു നിന്ന് കാണാൻ നമുക്ക് കഴിയുന്നുണ്ട്. കോവിഡ് വന്നപ്പോൾ എല്ലാ മേഖലയിലും വലിയ തോതിൽ ഇടപെടാനും സഹായിക്കാനും പോലീസ് ഉണ്ടായിരുന്നു. ഇതിൻ്റെയൊക്കെ ഭാഗമായി ജനമൈത്രി എന്നത് അക്ഷരാർത്ഥത്തിൽ എല്ലായിടവും നടപ്പാക്കുന്ന നിലയിലേക്ക് മാറിയിട്ടുണ്ട്. ജനങ്ങളുമായി നല്ല സൗഹൃദത്തിൽ കഴിയുന്നൊരു സേനയായി പോലീസ് മാറിയിരിക്കുന്നു. സാധാരണ പോലീസിന്റെ ആപ്തവാക്യം തന്നെ മൃദുഭാവേ ദൃഢകൃത്യം എന്നാണ്. മൃദുവായ ഭാവവും കർത്തവ്യ നിർവഹണത്തിൽ ദൃഢമായ നിലപാട്. കർത്തവ്യ നിർവഹണത്തിന്റെ കാര്യം എടുത്താൽ മാതൃകാപരമായ രീതിയിൽ പ്രവർത്തിക്കുന്ന പോലീസിനെയാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. നമ്മുടെ നാട്ടിൽ നടക്കുന്ന ചില കുറ്റകൃത്യങ്ങൾ, ആ കുറ്റകൃത്യങ്ങൾ ചെയ്യുന്നവര് ഒരു തെളിവും അവശേഷിച്ചിട്ടില്ല. ഒരു തരത്തിലും എന്നെ കണ്ടെത്താനാവില്ല എന്ന ധാരണയിലാണ് കുറ്റകൃത്യം ചെയ്തു പോകുന്നത്. അങ്ങനെ പോകുന്നവര് ചിലപ്പോൾ പരിസരത്തുണ്ടാകാം, ചിലപ്പോ നാട് വിട്ടുപോയിട്ടുണ്ടാകാം, സംസ്ഥാനം വിട്ടുപോയിട്ടുണ്ടാകാം, രാജ്യം വിട്ടുപോയിട്ടുണ്ടാകാം. ഈ പറയുന്ന എല്ലാ ഗണത്തിലും പെട്ടവരെ വളരെ മാതൃകാപരമായി പിടികൂടാൻ പോലീസിന് കഴിയുന്നുണ്ട്. ചുറ്റുവട്ടത്ത് തന്നെ ഉണ്ടാകുന്നവര്
എന്ന് പറയുന്നതിന് ഉദാഹരണങ്ങൾ നമ്മൾ കേട്ടിട്ടുണ്ടല്ലോ. അവിടെ തന്നെ പോലീസിനെ സഹായിക്കാനും ഒക്കെ ഈ ആള് കുറ്റകൃത്യത്തിന് ശേഷം പ്രവർത്തിക്കുന്നു. പക്ഷെ കൃത്യമായി കുറ്റം ചെയ്ത ആളിലേക്ക് തന്നെ ദിവസങ്ങൾ കൊണ്ട് വലിയ താമസമില്ലാതെ എത്തുകയും പിടികൂടുകയും ചെയ്യാൻ പോലീസിന് കഴിയുന്നു. സംസ്ഥാനം വിട്ടുപോയവർ മാത്രമല്ല, രാജ്യം വിട്ടുപോയവർ മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്നും മറ്റ് രാജ്യങ്ങളിൽ നിന്നും പിടികൂടി കൊണ്ടുവരാൻ പോലീസിന് കഴിയുന്നു. ഇപ്പോഴത്തെ കാലം സൈബർ കുറ്റകൃത്യങ്ങളുടെ കാലമാണല്ലോ. നമ്മുടെ സാങ്കേതിക വിദ്യകൾ വികസിക്കുമ്പോൾ അതിനനുസരിച്ച് കുറ്റകൃത്യം ചെയ്യുന്നവരും അവരുടെ കുറ്റകൃത്യങ്ങൾക്ക് സാങ്കേതിക വിദ്യ ഉപയോഗിക്കുന്നുണ്ട്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട രംഗമാണ് സൈബർ രംഗം. പക്ഷേ കേരള പോലീസിന്റെ സൈബർ ഡിവിഷൻ വളരെ മികവുറ്റതാണ്. രാജ്യം തന്നെ മാതൃകയാക്കുന്ന തരത്തിലുള്ളതാണ്. ആ മികവ് കൂടുതലായി വർദ്ധിപ്പിക്കാനും കേരള പോലീസിന് ഇപ്പോൾ കഴിയുന്നുണ്ട്.